ഇന്ന് രാവിലെ 9:50 നമുക്ക് മാർക്കറ്റ് മൂവർ ഇൻട്രാഡേ സ്കാനറിൽ നിന്ന് അദാനി എൻസോൾ കിട്ടിയിരുന്നു. ആ സമയത്ത് തന്നെ ഇതിന് ചാർട്ട് നോക്കുമ്പോൾ ബിഗ് പ്ലേയേഴ്സിന്റെ പ്രസൻസും കാണാമായിരുന്നു നമുക്ക്. അപ്പോൾ തന്നെ നമ്മുടെ മെമ്പേഴ്സ് ഓൺലി ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതിന് ഡീറ്റെയിൽസ് കൊടുത്തിരുന്നു. നമുക്ക് ഒരു 4 പോയിന്റ് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചു. ആ സമയത്ത് ഈ സെയിം ട്രേഡ് നമ്മുടെ ഒരു മെമ്പർ ട്രേഡ് എടുത്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു തന്നു. അദ്ദേഹത്തിന്റെ മെത്തേഡ് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സോണിൽ ഇതിന്റെ പ്രൈസ് വരുമ്പോൾ ഒരു ലിമിറ്റ് ഓർഡർ അവിടെ ഇട്ട് വയ്ക്കുന്നു. അതിനുശേഷം ഈ ലിമിറ്റ് ഓർഡർ പ്ലേസ് ആയി കഴിഞ്ഞാൽ മാത്രമേ ട്രേഡ് ട്രിഗർ ആവുന്നുള്ളൂ. ഹിറ്റ് ആയില്ലെങ്കിൽ ആ ട്രേഡ് അന്നില്ല. പലപ്പോഴും നമ്മൾ ഒരു ട്രേഡ് ഐഡന്റിഫൈ ചെയ്യുന്നത് ചിലപ്പോൾ അത് കയറി പോയതിനു ശേഷമായിരിക്കും. ആ സമയത്ത് നമ്മൾ അപ്പോൾ തന്നെ ട്രേഡ് പ്ലേസ് ചെയ്യും. പക്ഷേ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ എടുത്ത പ്രൈസിൽ നിന്നും ഈ ട്രേഡ് ഒന്ന് തിരിയുമ്പോൾ നമുക്ക് SL കൂടി വരുന്നതായി കാണാം. ആ സമയത്ത് നമ്മുടെ ലോസ് കൂടുമ്പോൾ നമ്മുടെ ചെറിയ ക്യാപിറ്റലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ വയ്യാതെ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ച് പുറത്തിറങ്ങും. പക്ഷേ നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നം ഇവിടെ സോൾവ് ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങൾ ഡിസിപ്ലിൻ ഫോളോ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങളുടെ ക്ഷമാശീലം കൂടുകയും ഏത് ട്രേഡും ചാടിക്കയറി എടുക്കാനുള്ള ടെൻഡൻസി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇനി ഒരു ട്രേഡ് മിസ്സായി പോയി എന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ പ്രൈസ് റേഞ്ചിൽ ആ ഒരു സ്റ്റോക്ക് വന്നില്ലെങ്കിൽ അതിനെ വിട്ടുകളഞ്ഞേക്കുക. നിങ്ങൾ ഒരു ലോസ് മേക്കിംഗ് ട്രേഡർ ആണെങ്കിൽ ഈ മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് കമന്റായി എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ സ്കാനറിന്റെയും ഇൻഡിക്കേറ്ററിന്റെയും ഡീറ്റെയിൽസ് ആവശ്യമാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതിനായി നമ്മുടെ ഫസ്റ്റ് കമന്റായി തന്നെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്താൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഫുൾ അയച്ചു തരാം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും ലോസിൽ തുടരുന്ന ആ ഫ്രണ്ടിനെ കൂടി ഈ മെത്തേഡ് ഒന്ന് അയച്ചു കൊടുക്കുക. ചിലപ്പോൾ സഹായമായേക്കും.